മക്കളുടെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞാ സാധാരണ ഏറ്റവും കൂടുതൽ ടെൻഷൻ അച്ഛനായിരിക്കും. ക്ഷണിക്കേണ്ടവരുടെ കണക്കെടുക്കണം, ഒന്നൊഴിയാതെ വിളിക്കണം, മണ്ഡപം ബുക്ക് ചെയ്യണം, പാചകക്കാരി ഏൽപ്പിക്കണം. ദേ, ഇവിടെ ഒരാൾക്ക് ഒരു ടെൻഷനും ഇല്ല. ഗോപിയേട്ടന്റെ ഭാവം കണ്ടാ തോന്നും വിശാൽ എന്റെ മാത്രം മകനാണെന്ന്. ആ തോന്നല് തെറ്റാണ് പ്രഭാവതി. എന്റെ ഭാവം കണ്ടാലല്ല, നിന്റെ ഭാവം കണ്ടാലേ അങ്ങനെ തോന്നുക അവൻ നിന്റെ മാത്രം മകനാണെന്ന്. എല്ലാം തീരുമാനിക്കുന്നത് നീയല്ലേ. എന്നിട്ട് വന്ന് പറയും ഗോപിയേട്ടാ ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന്. അതിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും എനിക്കുണ്ടോ? അങ്ങനെ ചെയ്യട്ടെ എന്നൊരു ചോദ്യം പോലും നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ നാളിതുവരെ? ഗോപിയേട്ടാ, ഇതേ കാര്യം നമ്മൾ ഒരിക്കൽ സംസാരിച്ചിട്ടില്ലേ? അതിനുള്ള മറുപടിയും ഞാൻ തന്നിട്ടുണ്ട്. ഗോപിയേട്ടന് പറ്റിപ്പോയൊരു അബദ്ധം ഞാൻ തിരുത്തുകയാണ് ഇവിടെ. ഗോപിയേട്ടൻ പറഞ്ഞിട്ടില്ലേ പാർവതി കൊണ്ട് ദേവി പൂജ ചെയ്യിപ്പിച്ചത്? അപ്പോഴെല്ലാം വിശാൽ ജാസ്മിനെ വിവാഹം കഴിക്കുന്നതിന് എതിർപ്പില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴെന്താ ഒരു മനമാറ്റം പോലെ? വിശാലിനെ കൊണ്ട് ജാസ്മിനെ വിവാഹം കഴിപ്പിക്കുന്നതില് എതിർപ്പില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോഴും ഇപ്പോഴും എനിക്ക് എതിർപ്പ് തന്നെയാ. പിന്നെ നിങ്ങൾ എല്ലാം കൂടി നിർബന്ധിക്കുമ്പോ എനിക്ക് കൂടെ നിൽക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് മാത്രമാണ് ഞാൻ കൂടെ നിന്നത്. ഒരു ഗൃഹനാഥന്റെ നിസ്സഹായ അവസ്ഥ. ദേ, എന്നെ സംബന്ധിച്ചിടത്തോളം പാർവതി തന്നെയാ എന്റെ മരുമകൾ. എന്നും അങ്ങനെ തന്നെ ആവണമെന്നാ എന്റെ ആഗ്രഹവും. ഒരു വ്യക്തിയുടെ ഇന്നത്തെ അവസ്ഥ കണ്ട് അവന്റെ ഭാവിയെ വിലയിരുത്തരുത്. കൽക്കരിയെ വെട്ടിത്തിളങ്ങുന്ന വജ്രമാക്കി മാറ്റാൻ സമയത്തിന് കഴിവുണ്ട്, അത് ഓർമ്മ വേണം. നിർത്ത്. കൽക്കരി ആയാലും വജ്രമായാലും പാർവതിയെ പറ്റി ഇനി വീട്ടിൽ സംസാരിക്കേണ്ട ആരും. സംസാരിച്ചാലേ നമ്മൾ രണ്ടുപേരും തെറ്റും. അവള് നിങ്ങൾക്ക് മരുമകളാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഈ വീട്ടിലെ വെറും വേലക്കാരിയാണ്. വേലക്കാരിയുടെ പേരും പറഞ്ഞ് ഭർത്താവിനോട് വഴക്കിടാൻ എനിക്ക് താല്പര്യവുമില്ല. ഞാൻ വന്നത് വേറൊരു കാര്യം പറയാൻ വേണ്ടിയാ. പാർവതി പൂജ ചെയ്ത തടസ്സങ്ങളൊക്കെ മാറ്റി കിട്ടുന്നല്ലേ ഗോപേട്ടനും അമ്മയും കൂടി പറഞ്ഞത്? ദേവി പൂജയും ചെയ്യിപ്പിച്ചു, ദേവിക്ക് നിവേദ്യവും നൽകി. എന്നിട്ടും പിന്നെയും തടസ്സം തന്നെ. അവളത് ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ടാവില്ല. വിശാലിന്റെ വിവാഹം നടക്കാനുള്ള പൂജയാവുമ്പോ ആത്മാർത്ഥത കുറയുമല്ലോ. ഒട്ടും ആത്മാർത്ഥത ഉണ്ടാവില്ല. ഈശ്വര കാര്യങ്ങളിൽ പാർവതി കള്ളം കാണിക്കില്ല പ്രഭാവതി. ദൈവത്തെ മറന്നുള്ള ഒരു പ്രവൃത്തിയും അവളുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാവില്ല. ഗോപിട്ട, അവളെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാ. ഒരബദ്ധം പറ്റി, വീണ്ടും അത് സംഭവിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഇനി എന്തെങ്കിലും പൂജ ചെയ്യണമെങ്കിൽ ഗോപേണ്ണ തിരുമുൽപ്പാടിനെ ഓർമ്മയുണ്ടല്ലോ, അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാനാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഓഹോ, അതും നീ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. ഇനി എന്തിനാ അതെന്നോട് പറയുന്നത്? തിരുമുൽപ്പാടിനെ കാണാൻ പോകുമ്പോ ഗോപിയേട്ടന് എന്റെ കൂടെ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ വരില്ല. മുന്നിലിരിക്കുന്ന ആളുടെ മനസ്സ് വായിക്കാൻ കഴിയുന്ന ആളാണ് തിരുമുൽപ്പാട്. ഈ വിവാഹം നടത്തി കൊടുക്കുന്നതിനോട് എനിക്ക് എതിർപ്പാണെന്ന് തിരുമുൽപ്പാടിന് മനസ്സിലാവും. താല്പര്യക്കുറവിന്റെ കാരണം ഞാൻ പറഞ്ഞു കൊടുത്തോളാം. മകന്റെ വിവാഹകാര്യം സംസാരിക്കാൻ അമ്മ മാത്രമല്ലല്ലോ പോണ്ടത്, അമ്മയും അച്ഛനും കൂടിയാണ് പോകേണ്ടത്. ഗോപിയേട്ടൻ എന്റെ കൂടെ വന്നേ പറ്റൂ. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ അനുകുട്ടി നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ
ഒരു മാത്ര വെറുതെ നിലച്ചുപോയി. നിന്റെ തത്ത എനിക്കിഷ്ടായി. ഏ? അപ്പോ എന്നെയോ? ഞാനൊന്ന് ആലോചിക്കട്ടെ. അനുക്കുട്ടിയല്ലേ അത്? തേടിയ വള്ളി കാലി ചുറ്റൊന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ ശരിക്കും ബോധ്യായി. ഹായ് അനുക്കുട്ടി. എന്നെ കാണണമെന്ന് അനുക്കുട്ടി മനസ്സിൽ വിചാരിച്ചപ്പോഴേ ഞാൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് കണ്ടോ? ആ, അതാണ് ഈ ഓമനക്കുട്ടൻ. വിളിച്ചാലേ വിളി പുറത്താ. അനുക്കുട്ടി, ഇതെന്താ ഒരു പരിചയമില്ലാത്ത പോലെ? ഇത് ഞാനാ, അനുക്കുട്ടിയുടെ ഓമനക്കുട്ടൻ. അല്ല, ഇതെന്താ ആദ്യമായിട്ട് കാണുന്ന പോലെ? എനിക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മിസ്റ്റർ ഓമനക്കുട്ടൻ, ഞാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ കാണാൻ വേണ്ടിട്ടാ ഇവിടെ നിൽക്കുന്നത്. സോ പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ, ഓക്കെ? പ്രിയപ്പെട്ട ആളോ? ഞാനല്ലാതെ വേറെ ആരാ അനുക്കുട്ടിക്ക് പ്രിയപ്പെട്ട ആള്? ഇനി കാമുകനായിരിക്കൂ? ഒരിക്കലല്ല. എന്താ ഒരു ആലോചന? അത് അല്ല, ഈ പ്രിയപ്പെട്ട ആളെപ്പോ വരും? എന്തിനാ? വെറുതെ ഒന്ന് പരിചയപ്പെട്ടിരിക്കാലോ. അനുക്കുട്ടിക്കും പ്രിയപ്പെട്ടവനാകുമ്പോ എനിക്കും പ്രിയപ്പെട്ടവനാവണമല്ലോ. അല്ല, അതല്ലേ അതിന്റെ ഒരു ഇത്. ഏത്? ഒരിതും ഇല്ല. തൽക്കാലം എനിക്ക് ഓമനക്കുട്ടനോട് സംസാരിക്കാൻ സമയമില്ല. യോ, ഇങ്ങനെ ചങ്കിക്കൊള്ളുന്ന വർത്താനൊന്നും പറയില്ല അനുക്കുട്ടി. എനിക്ക് BP കൂടും. BP കൂടാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ സംസാരിക്കാൻ സമയമില്ല എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതുപോലെ അനുക്കുട്ടി എന്നെ ഒഴിവാക്കുന്നു എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, എന്റെ ഹൃദയം തകർന്നു പോകും. പ്രത്യേകിച്ചും ഈ പ്രിയപ്പെട്ടവന്റെ കാര്യമാകുമ്പോ. പ്രിയപ്പെട്ടവനല്ല, പ്രിയപ്പെട്ടവളാ എന്നെ കാണാൻ വരുന്നത്, എന്റെ ഡിയറസ്റ്റ് ഫ്രണ്ട്. എനിക്കപ്പോഴേ തോന്നി. ഇപ്പൊ മനസ്സിന് എന്തൊരു ആശ്വാസം. ആഹാ, ഓമനക്കുട്ടൻ പ്രണയപരവശനായി ഇവിടെ എത്തിയോ? അനുക്കുട്ടിയെ വിടാൻ പാവല്ലേ? മണിക്കുട്ട, സന്ദർഭം മനസ്സിലേക്ക് സംസാരിക്കണം. നീ എന്തിനാണ് എന്റെ പിന്നാലെ നടക്കുന്നത്? ആര് പറഞ്ഞു ഞാൻ നിന്റെ പിന്നാലെയാണെന്ന്? ഞാൻ അനുക്കുട്ടിയുടെ പിന്നാലെയാ നടക്കുന്നേ. അയ്യടാ, അനുക്കുട്ടിക്ക് ഇപ്പൊ അങ്ങനെ ഒരു ബോഡി ഗാർഡിന്റെ ആവശ്യമില്ല. അതിനെ ഞാനുണ്ട്. അത് തന്നെ എന്റെ പേടി. ഒരു കളറ് കണ്ട അതിന്റെ പിന്നാലെ കൂടുന്ന ടൈപ്പല്ലേ നീ? മണിക്കുട്ട, വെറുതെ ഇല്ലാ കഥ പറഞ്ഞുണ്ടാക്കരുത്. ഇവൻ വെറുതെ ഓരോന്ന് പറയുന്നത്. വെറുതെയാണോ അല്ലേന്ന് അനുക്കുട്ടിക്ക് അനുഭവം വരുമ്പോ മനസ്സിലായിക്കോളൂ. സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. ഇനി നീ വാ തുറന്ന നിന്റെ വാക്കകത്ത് പടക്കം വെച്ച് ഞാൻ പൊട്ടിക്കും. അതിന് ഞാൻ നിന്ന് തന്നിട്ട് വേണ്ടേ? പോടാ ഓമനെ. നിന്നെ കൈ കിട്ടും കേട്ടോ. ചുമ്മാ നാക്കിന് ലൈസൻസ് ഇല്ലാത്തവര്. ഹലോ, ആണോ? ആ, എന്നാ ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ, ശരിയടി. എന്നാ അവളെ ആ പുതിയ ഷോപ്പിംഗ് മോളിലുണ്ട്. ഞാനെന്നാ അങ്ങോട്ട് പോവാ. അപ്പൊ ശരി. എന്നാ ബാഗ് തോളിൽ തൂക്കിക്കും. അപ്പൊ ശരി.
ശരി. ടാറ്റ. ടാറ്റ. അപ്പൊ പ്രിയപ്പെട്ടവനല്ല, പ്രിയപ്പെട്ടവള് തന്നെ. ശോ, എന്തൊരാശ്വാസം. ആ ഞാനങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. സെലക്ട് ചെയ്തത് ഒന്നും മിസ്സാവാതെ തന്നെ കൊണ്ടുവരണം. ആഹാ, പ്രഭേച്ചി ഇവിടെ ഒന്ന് നിൽക്കായിരുന്നോ? ഞാൻ ആ ജ്വല്ലറിക്കാരനോട് സംസാരിക്കുകയായിരുന്നു. സരളേ, എടി സരളേ, എന്താ സുശീലേച്ചി? ഉണങ്ങിയ ചെടികൾ അപ്പപ്പോ പിഴുതു മാറ്റണമെന്ന് നിനക്കറിയില്ലേ? നീ ഇത് കാണുന്നില്ലേ? പിഴുതു കളയ. ഗാർഡനിങ്ങിന് ഒരാളെ നിർത്തിയേ പറ്റൂ. ആളെ കിട്ടണ്ടേ സുശീലേ? ഗാർഡനിങ്ങിന് സ്ഥിരമായിട്ട് ഒരാളെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് തന്നെ കുറെ കാലമായി. നോക്കി നിൽക്കാതെ പിഴുതു കളയ. സരളേച്ചി വേണ്ട, അത് പിഴുതു കളയണ്ട. ഡേ, ഉണങ്ങിയ ചെടി വെച്ചോണ്ടിരിക്കണമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? ഇത് മുഴുവനായിട്ട് ഉണങ്ങിയിട്ടില്ല. ചെറിയൊരു പച്ചപ്പ് അപ്പച്ചി കണ്ടില്ലേ? നന്നായിട്ട് നോക്കിയാ ഇത് ഇനിയും വളരും. ചെറിയൊരു പച്ചപ്പുണ്ടെന്ന് കരുതി ഇനി ഇതിനെ നിലനിർത്തിയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാ ഇതിനെ പിഴുതു കളയാൻ നോക്കിയത്. എക്സ്ക്യൂസ് മീ. ആ പറയൂ. ചെറിയൊരു ജീവനെ ബാക്കിയുള്ളൂന്ന് പറഞ്ഞ് നമ്മൾ ആരെങ്കിലും എടുത്തോണ്ട് പോയി സംസ്കരിക്കോ? ആശുപത്രി കൊണ്ടുപോയി രക്ഷിക്കാൻ ശ്രമിക്കല്ലേ ചെയ്യാ? മനുഷ്യരും ചെടികളും ഒരുപോലെയാണെന്നാണോ? മനുഷ്യനായാലും ചെടിയായാലും കിളിയായാലും മൃഗങ്ങളായാലും ജീവന്റെ വില ഒന്നു തന്നെ അപ്പച്ചി. കുറച്ച് ചാണകവും വെള്ളം ഒഴിച്ച് 2 ദിവസം പരിപാലിച്ച ഈ ചെടി വീണ്ടും പഴയതുപോലെ ആവും. അത് ഞാൻ ചെയ്തോളാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്താടി നോക്കി നിൽക്കുന്നേ? പിഴുതു കളയാനല്ലേ പറഞ്ഞത്? വേണ്ട വേണ്ട ആന്റി, പാർവതി പറഞ്ഞത് ഒരു നല്ല കാര്യമല്ലേ? ഒരു ജീവൻ നിലനിർത്താൻ കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യമാണോ? ആ നേരത്തെ വാങ്ങിയ ചാണകപ്പൊടിയും വളവും അപ്പുറത്തിരിപ്പുണ്ട്. ഞാനത് പോയി എടുത്തിട്ട് വരാം. വിഷ്, അവള് പറയുന്നതെല്ലാം ഇങ്ങനെ കണ്ണു അടച്ച് വകവച്ചു കൊടുക്കാനൊന്നും പാടില്ല. ദേ, നീ നിന്റെ സ്റ്റാറ്റസ് നോക്കണം. സ്റ്റാറ്റസോ? ആന്റി എന്താ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല. സ്റ്റാറ്റസ് എന്നാൽ ഒറ്റ സെന്റൻസിൽ പറയുവാണെങ്കിൽ നമുക്കുള്ളതും അവൾക്കില്ലാത്തതും, അതാണ് സ്റ്റാറ്റസ്. ഇപ്പോഴും മനസ്സിലായില്ല അവൾക്കില്ലാത്തത് എന്താണെന്ന്. എടാ, നല്ലൊരു വീടുണ്ട് അവൾക്ക്. ഭൂമി ഒന്ന് ചെറുതായി അനങ്ങിയാൽ മതി ആന്റി. ഈ വീടിന്റെ സ്ഥാനത്ത് ഒരു വലിയ മൺകൂനെ പിന്നെ ഉണ്ടാവും. അപ്പോഴും അവളുടെ ചെറിയ വീട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആന്റിയുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസ് എന്ന് അവളെക്കാൾ താഴില്ലേ? ദേ, ഈ വീട് പോയാ ഇതിനേക്കാളും വലിയ 100 വീട് വെക്കാനുള്ള കാശില്ലേ നിന്റെ കയ്യില്? അപ്പൊ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ക്യാഷ് ആണോ? ഒരു വലിയ പ്രളയം വന്ന് ക്യാഷ് മുഴുവൻ എടുത്തോണ്ട് പോകുന്നത് അമേരിക്കയിൽ കിടക്കുന്ന ആന്റി കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ സമ്പാദ്യമുള്ള ആള് ഒരു പിടി ചോറിന് ക്യൂ നിൽക്കുന്നതും ആന്റി കണ്ടിട്ടില്ല. അതും ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ നേരിട്ട് കണ്ടിരുന്നെങ്കിൽ ആന്റി പറയുമായിരുന്നു ഈ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു തേങ്ങയല്ലെന്ന്. മാർക്കേ, അയ്യേ, ഞാനും കൂടി സഹായിക്കാം. വാട്ട്?
കാണിക്കുന്നേ? ഓ, ഈ ചാണകത്തിന്റെ സ്മെൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നീ ഇതെങ്ങനെയാ സഹിക്കുന്നത്? ജീവൻ നിലനിർത്തുന്ന എന്തും മരുന്നല്ലേ ആന്റി? നല്ല മണമുണ്ടോ നോക്കിയിട്ടാണോ നമ്മൾ മരുന്ന് കഴിക്കുന്നത്? ഈ ചാണകേ ഈ ചെടിക്കുള്ള മരുന്ന്. ഈ ചെടിയെ രക്ഷിക്കണമെങ്കിൽ കുറച്ച് മണമൊക്കെ സഹിക്കണം. ഒടിവും ചതവും മുറിവും ഒക്കെ ഉണ്ടായാലേ അത് ഭേദമാണെങ്കിൽ കുറച്ച് വേദന സഹിച്ചല്ലേ പറ്റൂ. പിന്നെ അമേരിക്കയുടെ മണം മാത്രമേ പിടിക്കുന്നുണ്ടെങ്കിൽ ആന്റി ഇവിടുന്ന് വയ്ക്കാം. വേഗം സ്ഥലം വിട്ടോ. നീ എന്താ കഥയും കാഴ്ചയും കണ്ടി രസിച്ച് നിൽക്കുവാണോ? ഇങ്ങോട്ട് വാടി ഇവിടെ. നിന്റെ ആത്മവിശ്വാസം കണ്ടിട്ട് നിന്നെ ഞാൻ സഹായിക്കുന്നത്. നീ പറഞ്ഞതുപോലെ ഈ ചെടി വീണ്ടും തളർത്താൽ നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് ഞാൻ സമ്മതിക്കാം. വിശാൽ സാറ് പറഞ്ഞതുകൊണ്ടാ. സാറ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അപ്പച്ചി ഈ ചെടി പിഴുതു കളയുമായിരുന്നു. എന്റെ കൂടെ നിന്നതിന് നന്ദിയുണ്ട് കേട്ടോ. നന്ദി ഇങ്ങനെ പറഞ്ഞാ പോരാ. പിന്നെങ്ങനെ പറയണ്ടേ? എനിക്ക് ഒരു ഷേക്ക് ഹാൻഡ് തന്നോണ്ട് പറയണം. അയ്യോ വിശാൽ സാർ, എന്റെ കയ്യിൽ അത്രയും ചാണകമാ. എന്റെ കയ്യിൽ പിന്നെ ചന്ദനമാണല്ലോ. ഷേക്ക് ഹാൻഡ് തന്നെ. ആഹാ, ഈ ഡോക്യുമെന്റ് ചേച്ചി ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുന്നുണ്ടല്ലോ. അത് നോക്കുമ്പോഴെല്ലാം ശുക്രനക്ഷത്രം ഉദിച്ച പോലെ ചേച്ചിയുടെ മുഖം പ്രകാശിക്കുന്നുണ്ട്. എടാ, ഇതിലുള്ളതെല്ലാം എന്റെ കയ്യിൽ കിട്ടിയ പിന്നെ എനിക്കെന്നും ശുക്രദശ തന്നെയാ പ്രതാപ. 100 കോടിയുടെ മേലെ കിടക്കുന്നതിന്റെ ഒരു സുഖം അത് മനസ്സിൽ കാണാൻ വേണ്ടിയാ ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുന്നത്. അതാ പറയുന്നേ, എറിയാൻ അറിയാവുന്ന ആളിന്റെ കയ്യിൽ ദൈവം വടി കൊടുക്കില്ല എന്ന്. ഈ 100 കോടിയുടെ മുകളിൽ കടന്നുറങ്ങേണ്ടവളാ അടുക്കളയിൽ എച്ചിൽ പാത്രം കഴുകുന്നേ. അവളുടെ തലയ്ക്ക് മുകളിൽ ഉദിക്കേണ്ട ശുക്രനക്ഷത്ര ഇപ്പൊ ചേച്ചിയുടെ തലയ്ക്ക് മുകളിൽ ഉദിക്കാൻ പോകുന്നേ. പിന്നെ ചേച്ചി, എനിക്ക് 2 സംശയങ്ങളുണ്ടായിരുന്നു. ചേച്ചിയോട് ചോദിക്കാതിരിക്കായിരുന്നു. വിശാലിനെ കൊണ്ട് ജാസ്മിനെ കെട്ടിച്ചു കഴിഞ്ഞാ പാർവതി പിന്നെ എവിടെ ആയിരിക്കും?